ഭാഗവതർ അല്ലേ? അതെ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ മൂക്കിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്റെ കണ്ണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ തമ്പ്രാന്? എന്റെ ശബ്ദം കേട്ടോ? സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പുരുഷോത്തമൻ. പുരുഷനിപ്പോ എന്താ വേണ്ടേ? പറയാം. അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു കീർത്തനം കേൾക്കണം. ശ്രീവഞ്ജിനിയെ? ശ്രീവഞ്ജിനി അല്ല, ശ്രീരഞ്ജിനി. അയ്യോ, വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീവഞ്ജിനി എന്ന് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. താൻ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ജസ്റ്റ് എ മിനിറ്റ്. പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. തമ്പ്രാൻ അത്ര വേഗത്തിൽ അത് മറക്കാൻ വഴിയില്ല. അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ കാർത്തുവിന്റെ ചെവിയിൽ മൂളിക്കൊടുത്തില്ലേ ആ രാഗം? ശ്രീവഞ്ജിനി രാഗം. ഇത്ര പെട്ടെന്ന് മറന്നോ കാർത്തൂനെ? തമ്പ്രാന്റെ പഴയ ലവ് സ്റ്റോറിയിലെ ആ നായികയെ. സത്യം പറ, ആരാ നീ? മോന, കാർത്തൂന്റെ മോനാണ് ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ പേരും പറഞ്ഞ് എന്നെ മടക്കി അയക്കാമെന്ന് ഭാഗവതരച്ചൻ കരുതണ്ട. എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഞാനാണോ അവളാണോ ആലഞ്ചേരിലെ 11ാമത്തേത് എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. പിടിച്ചു പുറത്താക്കണം ഇവനെ. Don't touch me. തമ്പുരാനച്ചൻ കേട്ടോ? മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും. എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടേക്ക് ഉണ്ടാവും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോര പുഴയൊഴുക്കും. You just remember that. ഇതൊക്കെ എനിക്ക് വെറും തേങ്ങയാ. ഇതാ ഇപ്പൊ നന്നായി. പണ്ടങ്ങോ നാട് വിട്ടുപോയ കാർത്തൂന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇതാ ഇപ്പൊ വേറെത്തൻ വന്ന് മകനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. എന്താ ചന്തപ്പ ഇതിന്റെ ഒക്കെ അർത്ഥം? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞും തുടങ്ങിയിരിക്കണം. പിന്നെ പറയാണ്ടിരിക്കോ? എന്തായാലും നമ്മൾ ആകെ വഷളായി. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കുക ആർക്കറിയാം? വന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. എന്റെ അമ്മയെയും വല്യച്ഛനെയും പാതിരാത്രിക്ക് നാട് കടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കൈയോടെ നോക്കി നിന്നില്ലേ? അതൊക്കെ എണ്ണി തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. എന്ത് തെളിയിക്കാൻ? മീര എന്റെ മോളല്ലെന്നോ? അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ? അല്ലെന്ന് പറയാൻ എന്ത് തെളിവാ അതിന്റെ അടുത്തുള്ളത്? ഉണ്ട്, തെളിവുകളുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ ഈ പുരുഷൻ ആരാണെന്ന് തമ്പ്രാന് ബോധ്യമാവും. ഞാൻ വേണോ അവള് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം. Come on. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തൂനെ ഫസ്റ്റ് ടൈം കാണുന്നത്. ഒരടിയാത്തി തമ്പുരാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവള് പറഞ്ഞപ്പോ മറ്റേ തമ്പുരാനല്ലേ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത്. യെസ്, നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ? അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ? ഫോളോ മീ. തെളിവ് നമ്പർ 2. ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ വെയിറ്റ് ചെയ്യാറ്. അന്ന് ഗുരുക്കൾ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും. അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ഡീറ്റെയിൽ ആയിട്ട് രാഗങ്ങൾ പാടും. ഒരു ഐഡിയയും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. ആം ഐ കറക്റ്റ്? ഇനിയും വേണോ തെളിവുകൾ? ഫോളോ മീ. ഓർമ്മയുണ്ടോ ഈ വരമ്പ്? ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത്. കെട്ടിയമ്മ നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം. അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു വളരുന്നുവെന്ന് അവള് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്?
ആരെതിർത്താലും നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? പറയണം. 25 കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ നിർത്തുക. റൈറ്റ്. ഞാനൊരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. എന്ന് വെച്ച് എന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, അവള് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പോരെ? ഇനി ഈ കഥയും പറഞ്ഞ് എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ആരെയും. മനസ്സിലായല്ലോ? അങ്ങനെയൊന്നും പുരുഷനെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട. ഈ നാട് മുഴുവൻ ഇളക്കി മറിക്കും ഞാൻ. Just remember that, you shit. ഇപ്പൊ എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററെ. പുരുഷനെ നമ്മളാണ് കൊണ്ടുവന്നതെന്ന് തമ്പുരാക്കന്മാർ അറിയുന്നതിന് മുമ്പ് നാട്ടുകാർ മുമ്പിൽ നമുക്ക് അവരെ നാറ്റിക്കണം. ഇതിൽ കൂടുതൽ എന്ത് നാറാനാടാ ഉള്ളത്? ഇനി നീ നോക്കിക്കോ, ആലഞ്ചേരിയിലെ ഒറ്റ ഒരുത്തിനും നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല. അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അവിടത്തെയും ഇവിടത്തെയും 10ഉം കൂടി ഇനി തമ്പ്രാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും. എന്നിട്ട് അവര് തമ്മിൽ അടിച്ച് ചാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചങ്കിൽ ഇടിച്ച് ചാവേണ്ടി വരും. ഓടാ, അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓ കൊച്ചു തമ്പ്രാക്കന്മാര് നീരാട്ട് കഴിഞ്ഞ് എഴുന്നള്ളായില്ലടാ. ആലഞ്ചേരിയിലെ 10-12 കേട്ടു. ഇപ്പോഴല്ലേ ശരിക്കും എണ്ണം തികഞ്ഞത്. ഇനി എത്ര എണ്ണം വരാനുണ്ടോ ആവും. തന്തയില്ലാത്തരം പറയുന്നോടാ. തെണ്ടിത്തരം പറഞ്ഞ നാവ് പിഴുതെടുക്കും ഞങ്ങള്. തന്തയ്ക്ക് പറഞ്ഞവനുണ്ടെങ്കിലേ വന്ന് നാക്ക് പിഴുതെടുക്കടാ. ആലഞ്ചേരിയിൽ ചിലപ്പോ 12-18 കാണും. അതിനൊക്കെ ചെലവിനെടുക്കാൻ തമ്പ്രാമാർക്ക് അറിയാം. അത് നിന്റെ അച്ഛന്റെ പറയുന്നത് വേണ്ട. കേട്ടോ? പോടാ പോടാ പുല്ലേ. സ്വൈര്യം കെട്ടു, പുറത്തിറങ്ങാൻ പറ്റാതായി. ഇനിയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എന്താ പതിവില്ലാതെ എല്ലാരും കൂടി ഈ സമയത്ത്? പതിവില്ലാത്ത പലതുമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളച്ചു കെട്ടൊന്നും വേണ്ട. അധിക പ്രസംഗമാണെന്ന് കരുതരുത്. ചോദിക്കാതിരിക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. സത്യത്തിൽ മീരയും പുരുഷും ആലഞ്ചേരിക്കാരാരാ? അവിടെ അച്ഛനോട് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. നാട്ടുകാരാണെങ്കിൽ കഥകൾ ഉണ്ടാക്കുന്ന ഒരു കണക്കുമില്ല. മറുപടി കൊടുത്തു ഞങ്ങൾ മടുത്തു. ഒരിക്കലെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ച ഞങ്ങൾ വന്നത്. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവില്ല. ഇതുവരെ ഏത് കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അത് അച്ഛന് ഞങ്ങൾ പറയാതെ തന്നെ അറിയാലോ. കുത്തുവാക്ക് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞിട്ട് മതിയല്ലോ എന്ന് കരുതിയിട്ടാ. ഞങ്ങൾ ആര് പറയുന്ന കഥയോ വിശ്വസിക്കേണ്ടത്? മീര പറയുന്ന കഥയോ അതോ പുരുഷ പറയുന്ന കഥയോ? നിർത്ത. നാട്ടുകാർ പറയുന്ന കഥകളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ തന്നെ സമാധാനം ഉണ്ടാക്കേണ്ടി വരും. ഇനി ചാത്തുക്കുട്ടിയും ഞാനും പറയണതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ തെറ്റുമാണ്. നാട്ടുകാരുടെ കുത്തുവാക്കിന് മറുപടി പറയാൻ വയ്യാണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട് അവിടെ, ചാത്തുക്കുട്ടി. എന്റെ കാര്യം സാരമാക്കണ്ട. ആദ്യം ഇളവറത്തമ്പരാക്കന്മാര് പോയി ആ മനസ്സൊന്ന് കാണ്. എന്നിട്ട് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. അതിന് നിങ്ങൾക്ക് ആരുടെ അനുവാദം വേണ്ട. അയ്യോ, ഞാൻ കാർത്തൂന്റെ മോനല്ലേ? നിനക്ക് ആലഞ്ചേരിയിലെ 11-ാമനാവണം അല്ലടാ? സത്യം പറയടാ. ആരാടാ നീ? പറയടാ. ഞാൻ വെങ്കായം പുരുഷു, ഒരു നാടക നടനാണ്. കാർത്തൂന്റെ മകനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു ഇയാളാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിന്റെയൊക്കെ സൂത്രധാരകൻ അല്ലേ? എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം. ചേക്കുട്ടി റൈറ്റർ പറഞ്ഞിട്ടാ ഞാൻ ഈ നാടകക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നത്. ആ, നീ നിന്റെ ചേക്കുട്ടിയോട് പോയി പറ മീര ആലഞ്ചേരിയിലെ പെണ്ണാണെന്ന്. എന്താണ് നിനക്ക് വല്ല സംശയമുണ്ടാ? എനിക്കും ഇല്ല, എന്റെ റൈറ്റർക്കും ഇല്ല സംശയം. ഇനി കാർത്തൂന്റെ കഥ പറഞ്ഞ് ഇവിടെ ഞാൻ കണ്ടുപോയാ കൊല്ലും ഞങ്ങള്. ഓടാ. മോളിങ് വാ.
മോക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? വെറുക്കാൻ മാത്രം എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്. തെറ്റെന്റേതാണ്. അപവാദങ്ങളുമായി എല്ലാരും എന്റെ നേരെ വന്നപ്പോ ഞാനാകെ പതറിപ്പോയി. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കണ്ടെന്നറിയാണ്ടായിപ്പോയി. സാരമില്ല, എനിക്കതിലൊട്ടും വിഷമില്ല. കുട്ടികൾ അറിയുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു എന്റെ പേടി മുഴുവൻ. ഏതായാലും അതും അങ്ങനെ ഒഴിഞ്ഞുപോയി. ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അല്ലേ മെന്നെ? അത് നന്നായി. ഒരു മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു. അച്ഛനോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ കുട്ടിക്കുണ്ടാവും. എനിക്കറിയാം, അറിയാം. എന്റെ മോളിനി വാടക വീട്ടിൽ താമസിക്കണ്ട. ആര് പറയണതും ഞാൻ കണക്കാക്കണില്ല. എല്ലാറ്റിനും പുല്ലുവിലയെ കൽപ്പിക്കൂ. എന്റെ കാലം കഴിയണവരെയെങ്കിലും രണ്ടാളും തറവാട്ടിൽ തന്നെ കഴിയണം. സന്തോഷമായോ എന്റെ കുട്ടിക്ക്? സന്തോഷമായോ?